ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഈ ഇരിക്കുന്ന സാധനം എന്നാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ആൽവേര. അപ്പം നമ്മളിതേ ഇതിൽ നിന്ന് എടുത്ത ആൽവേര ആകട്ടോ ഇത്. അപ്പം നമ്മൾ ഇന്ന് ഈ ആൽവേര വെച്ച് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആൽവേര ജെൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണേ. അപ്പം നമുക്കറിയാം ഈ വേനൽക്കാലത്ത് എല്ലാവർക്കും തന്നെ സ്കിൻ റാഷസും പിന്നെ സ്കിന്ന് മോയ്സ്ചർ ആവുന്നവരുടെയൊക്കെ സ്കിന്ന് മോയ്സ്ചറൊക്കെ ആവും. അപ്പം ആ ഡ്രൈ ആകുന്ന സ്കിന്നിനെയൊക്കെ നമുക്ക് മോയ്സ്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൽവേര ഭയങ്കര നല്ലതാണ്. അതുതന്നെയല്ല നമ്മുടെ ഹെയറിനാണേലും ആൽവേര ജെൽ നല്ല ഒരു കണ്ടീഷണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന അല്ലേ. അപ്പം നമുക്കത് കടയിൽ നിന്ന് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റും ആവും. പിന്നെ ഭയങ്കര കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും അവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആൽവേര ജെൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതുണ്ടോ, ഇതിൽ നിന്നൊരു മഞ്ഞക്കറ പുറത്തേക്ക് വരുന്നുണ്ട്. ആ കറ പോകാനായിട്ട് ഒരു കുറച്ച് നേരം നമുക്ക് വെക്കണേ. കാരണം എന്ന് വെച്ചാൽ ആ കറ നമുക്ക് സ്കിന്നിന് ചൊറിച്ചിലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതാകുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെക്കാം, ഇതിൻ്റെ ആ കറ പോകാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. അപ്പം നമുക്ക് എങ്ങനെ ജെൽ ഉണ്ടാക്കുന്നത് നോക്കാൻ പോകാം അല്ലേ? വയോ. നമുക്കിനി നമ്മുടെ കുറച്ച് നേരം നമ്മൾ കഴിഞ്ഞ് കഴിയുമ്പം ഇതുണ്ടാകും മഞ്ഞ നിറം എല്ലാം പോകുവേ. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിടാം. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുണ്ടോ, ഈ ജെല്ലെടുക്കാൻ എളുപ്പമുണ്ടേ. ഫുള്ളായിട്ട് നമുക്കിത് ജെല്ലെടുത്ത് കിട്ടും. നമുക്ക് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ മുഴുവനും ജെല്ലെടുക്കാവേ. നമ്മൾ ഇതുണ്ടോ അതിൻ്റെ പച്ചനിറം എല്ലാം കളഞ്ഞ് നന്നായിട്ട് ജെല്ലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3-4 തവണ നന്നായിട്ട് കഴുകണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അത് പോകുന്നിടം വരെ കഴുകണം. കാരണം എന്ന് വെച്ചാൽ ആ വഴുവഴുപ്പ് ഈ സ്കിന്നിന് ചൊറിച്ചിലുണ്ടാക്കാൻ ചിലർക്കൊക്കെ അലർജിയാണേ. അപ്പം നമുക്ക് നന്നായിട്ടൊരു 3-4 തവണ കഴുകി എടുത്തുകൊണ്ട് വരാം. നമ്മളിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ആൽവേരയുടെ ജെല്ലിനെ. ഇതിനെ നമുക്കിനി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല ജ്യൂസി ആയിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് നമുക്കിതിനെ അടിച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ അടിച്ചെടുത്ത് ഈ ജെൽ ജ്യൂസിനെ അരിച്ച് വേണം എടുക്കാനേ. ഇനി എന്തെങ്കിലും ചെറിയൊരു കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമുക്കിതിനെ നന്നായിട്ട് അരിച്ചിങ്ങെടുക്കാം കേട്ടോ. നമ്മൾ ഈ എടുക്കുന്ന പാത്രമൊക്കെ പിന്നെ നന്നായിട്ട് കഴുകിക്കോണേ. കാരണം ഇതിൻ്റെ കയ്പ്പെന്ന് പറഞ്ഞാൽ നല്ല അസാമാന്യ കയ്പ്പുണ്ട്. ഇങ്ങനെ പയ്യെ ഇത് അതിൻ്റെ ആ ഒരു ജലഫോം ഉള്ളതുകൊണ്ട് പയ്യെ ഇത് അരിഞ്ഞിറങ്ങുള്ളേ. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തുണി വെച്ച് അതിൽ അരിച്ചെടുത്താലും മതി കേട്ടോ. ഇതാ ഞാൻ അരിച്ചെടുക്കണമെന്ന് പറഞ്ഞു കണ്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു തിക്നെസ് പോലത്തെ ഒരു ജെല്ലും ഇതും കാണുമേ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വേണ്ട എന്നാന്ന് ചോദിച്ചാൽ ഒരു പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്ന ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ഫേസിനാണെങ്കിലും നല്ല ഗ്ലേസിങ് കൊടുക്കുന്നതും ഈ വേനൽക്കാലത്തൊക്കെ മുഖത്തൊക്കെ അരച്ചിടാനാണെങ്കിൽ തന്നെ നല്ല തണുപ്പ് നൽകുന്ന സാധനമാണേ. അപ്പം നമുക്കിനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളിത് ആ ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്കിതിൻ്റെ ഈ വെള്ളം വേണ്ട, ഇതിനടിയിൽ ഇതിൻ്റെ ഈ സ്റ്റാർച്ച് മാത്രമായിട്ട് അടിഞ്ഞു കിടക്കും, അത് മതി നമുക്ക് ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. ഇതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് അടിയിലൊന്ന് ഊറിക്കിട്ടാൻ വേണ്ടിയിട്ടേ നമുക്കിതും പയ്യെ ഒന്ന് അരിച്ചൂറ്റാവേ. കണ്ടോ അതിൻ്റെ അടിയിൽ അതിൻ്റെ സ്റ്റാർച്ച് ഇങ്ങനെ അടിഞ്ഞ് കൂടി ഇരിപ്പുണ്ട് കണ്ടോ. അത് പയ്യെ ഊറ്റണേ. നമുക്കിതൊന്ന് ഇളക്കി എടുക്കാമേ. അതിൻ്റെ സ്റ്റാർച്ച് തന്നെ കിട്ടിയത്. നമുക്കിത് ഒരു ട്രിപ്പും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിടണം കേട്ടോ. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു കമർപ്പ് കണക്കത്തിരിക്കുന്നുണ്ട്, കളർ ചേഞ്ച് വരുന്നത്.
പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ട്രിപ്പും കൂടി വന്നത് വെള്ളം ഒഴിച്ചിടാവേ. രണ്ടാമത് നമ്മൾ കഴുകി ഊറ്റി പൊട്ടറ്റോടെ ഇതുണ്ടോ സ്റ്റാർച്ച് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് കേട്ടോ. ഇത് ഇത് നമുക്ക് സ്കിന്നിനൊക്കെ നല്ല ഗ്ലോ നൽകാനും സ്കിന്നിനെ നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ആയുർവേദ ജെല്ലിനകത്ത് നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം അത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പം ഇതിലേക്ക് 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റ് മതി. അത് നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഒരു സിസർ എടുത്ത് ഉണ്ടോ മൂടി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ 2 3 എടുക്കാം കേട്ടോ. ഈ ആയുർവേദ ജെല്ലും വൈറ്റമിൻ ഇ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി സ്റ്റൗവിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ആൽവേര ജെല്ലിൻ്റെ വൈറ്റമിൻ ഇയുടെയും കൂടെ മിക്സ്ഡ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കണേ. ഈ ഒത്തിരി കൂട്ടി വെക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇത് നമ്മൾ രാത്രി കിടക്കാൻ നേരം അല്ലെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിയുമ്പോഴോ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കിന്നിന് ആ ഒരു നല്ല ഗ്ലോയിങ് കിട്ടും. രാത്രി തേച്ചിട്ട് നമ്മൾ ഫേസിലോ അല്ലെങ്കിൽ കയ്യിലോ കാലിലൊക്കെ തേച്ചിട്ട് കിടക്കുവാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അന്നേരമൊക്കെ ആണെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണേലും യൂസ് ചെയ്യാം. അല്ലാതെ പുറത്തുനിന്നുള്ള ക്രീമൊക്കെ മേടിച്ച് കൊടുത്ത് അതിനകത്തൊക്കെ ഇഷ്ടംപോലെ കെമിക്കൽസ് കാണുമല്ലോ. ഇതാകുമ്പം കുട്ടികൾക്ക് വരെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഈ പിള്ളേർക്ക് റാഷസ് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമേ. കുഞ്ഞ് ബേബിമാർക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട്. ഇത് നന്നായിട്ടിങ്ങനെ തിളയ്ക്കുമ്പം ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങിൽ നമ്മളെടുത്ത് വെച്ച് സ്റ്റാർച്ചില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാവേ. വെള്ള കളറുള്ള സ്റ്റാർച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് നന്നായിട്ട് സ്റ്റാർച്ച് ആഡ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആ ജെല്ലിൻ്റെ ആ ഒരു ഫോമിലേക്ക് നല്ലൊരു തിക്നെസ് വന്നുണ്ടാവും. നല്ല തിക്കായില്ലേ നമ്മുടെ ആൽവേരാജിൻ്റെ. നമുക്കൊരു കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കാവേ. അപ്പോൾ ആ കടയിൽ നിന്ന് മേടിക്കുന്നവർക്ക് തന്നെ ആ ഒരു വൈറ്റ് കളറിലേക്ക് നമ്മുടെ കണ്ടോ ജെല്ല് കിട്ടും. ഇനി ഈ പൊട്ടറ്റോ ആഡ് ചെയ്യാതെ നമുക്ക് എടുക്കാം കേട്ടോ. അന്നേരം ആ ഒരു ക്രീമിൻ്റെ ആ ഒരു കിട്ടുമല്ല, സ്ട്രക്ചർ കിട്ടുമല്ല. അല്ലാതെ ആ നോർമൽ ആ ആലുവേരക്കുള്ള ആ ഒരു ഇതുണ്ടെന്നേ ഉള്ളൂ. ഇപ്പം ഡബിൾ എഫക്റ്റാണ്. നല്ല ക്രീം ഫോമിലേക്ക് കിട്ടുകയും ചെയ്യും. സ്കിന്നിനാണേലും ഗ്ലോയ്ക്കും സ്കിന്നിനൊക്കെ നല്ല കേട്ടോ. നമുക്ക് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആൽവേര ജെല്ല് കണ്ടോ നല്ല ജെൽ ഫോമിലേക്ക് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വേനൽക്കാലത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മുടെ ആൽവേര ജെല്ല് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ അല്ലേ. അപ്പം എല്ലാവരും ഇതൊന്ന് ഈ വേനൽക്കാലത്ത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
പിന്നെ ഒരു കാര്യം, ഇതിന് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പഴയ ബൗളോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ക്രീമിൻ്റെ ഒക്കെ തീർന്ന ബൗളില്ലേ, അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് തണുത്ത് കഴിയുമ്പം അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് കേടാകാതിരുന്നോളും. നമുക്കൊരു 10-20 ദിവസം വരെ ഇത് കേടാകാതിരുന്നോളും കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലാതെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെക്കാൻ പറഞ്ഞത്. അപ്പം ഇതുകണക്കത്തുള്ള പുതിയ റെമഡീസുമായിട്ട് ഇനിയും കാണുന്നിടം വരെ ബൈ.